നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മാറ്റുകുറയാതെ നിലനിൽക്കുന്നത് CPM-ന് വലിയ വെല്ലുവിളിയാകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പോടെ വിവാദം ശമിക്കുമെന്ന് കരുതിയെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിവാദം കത്തുമെന്ന കാര്യം ഉറപ്പായതോടെ പ്രതിരോധം തീർക്കാൻ CPM ശ്രമങ്ങൾ ഊർജിതമാക്കി. ശബരിമല സ്വർണ്ണക്കേസ് നേരിടാൻ പന്തളം മുനിസിപ്പാലിറ്റിയിലെ LDF വിജയം ആയുധമാക്കിയുള്ള പ്രചാരണ തന്ത്രമാണ് CPM കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ശബരിമല ഉൾപ്പെട്ട വാർഡിലും പെരുന്നാട് പഞ്ചായത്തിലും LDF വിജയിച്ചെന്ന് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത് ഈ പ്രചരണം ഊർജിതമാക്കുമെന്ന സൂചനയാണ്. എന്നാൽ കേസിൽ കൂടുതൽ CPM നേതാക്കൾ അറസ്റ്റിലാകുന്നത് തിരിച്ചടിയാണ് താനും. ഗുരുവായൂരിലെയും കൊടുങ്ങല്ലൂരിലെയും LDF-ന്റെ മികച്ച പ്രകടനം കൂടി ഉയർത്തിക്കാട്ടി ശബരിമല തിരിച്ചടിയാകില്ലെന്ന് സ്ഥാപിക്കുകയാണ് CPM തന്ത്രം. ശബരിമല പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാമെങ്കിലും പ്രതിപക്ഷം ആഗ്രഹിച്ചതുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഗോവിന്ദന്റെ വിശദീകരണം. വോട്ട് ചോർന്നില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് എന്തും വ്യാഖ്യാനിക്കാമെന്നായിരുന്നു മറുപടി. തിരഞ്ഞെടുപ്പിൽ പണക്കൊഴുപ്പിന്റെ സ്വാധീനമുണ്ടായെന്നും പണം നൽകി വോട്ട് വാങ്ങുന്ന പ്രവണത വളർന്നു വരുന്നെന്നുമാണ് CPM വിലയിരുത്തൽ. BJP-യുടെ ഹിന്ദുത്വ വർഗീയതയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ SDPI ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിച്ചുള്ള ന്യൂനപക്ഷ വർഗീയതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്കായി ഉപയോഗിച്ചെന്നും CPM വിലയിരുത്തി. ഏത് നിമിഷവും ഏത് കോൺഗ്രസുകാരനും BJP-യിലേക്ക് ചേക്കാൻ അതിർവരമ്പുകളില്ലെന്ന് മറ്റത്തൂർ തെളിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല കേസിൽ അറസ്റ്റിലായ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പാർട്ടി നടപടി എന്ന മാധ്യമങ്ങൾ തലക്കെട്ട് നൽകുമായിരുന്നില്ലേ എന്നും ഗോവിന്ദൻ ചോദിച്ചു. തങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായി പ്രചാരണം നടത്താൻ മാധ്യമങ്ങൾക്ക് സൗകര്യം കിട്ടിയില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കാരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവില്ലേ എന്ന ചോദ്യത്തിന് ഇത്രയും കാലം അതല്ലേ നിങ്ങൾ പറഞ്ഞതെന്നും അതിന് ഞങ്ങളൊന്ന് ചെയ്യുമെന്നുമായിരുന്നു മറുചോദ്യം. അറസ്റ്റിലായ 2 നേതാക്കൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടെന്നോ ഗൗരവക്കുറവുണ്ടായോ എന്നൊക്കെ കുറ്റപത്രം വന്നാലേ മനസ്സിലാക്കാനാകൂ. അതിൽ വ്യക്തത വന്നാലേ പാർട്ടിക്ക് നടപടിയെടുക്കാനാവൂ എന്നും ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ തിരിച്ചുവരവിനുള്ള വൻ പദ്ധതികളുമായി CPM മുന്നോട്ട് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാരും MLA-മാരും MP-മാരും ഒന്നടങ്കം സമരത്തിലേക്ക് ഇറങ്ങുകയും പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ചും സംവദിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കാനുള്ള പദ്ധതികളാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അമിത ആത്മവിശ്വാസവും സംഘടനാ ദൗർബല്യങ്ങളും പ്രാദേശിക വീഴ്ചകളും തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ചെന്ന വിലയിരുത്തലിന് പിന്നാലെയാണ് ഇത് പരിഹരിക്കാൻ വലിയ സമരപരിപാടികളും മറ്റും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മറ്റത്തൂരിലെ കൂറുമാറ്റമടക്കം ആയുധമാക്കി കോൺഗ്രസിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി ചൂണ്ടിക്കാട്ടി BJP-ക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തുക. ജനുവരി 15 മുതൽ 22 വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി പാർട്ടിക്കുണ്ടായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് തുറന്ന സംവാദത്തിന് തയ്യാറാകും. പാർട്ടി നേതൃത്വം മുതൽ താഴെ തലം വരെയുള്ള മുഴുവൻ ആളുകളും ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ പങ്കെടുക്കും. ജനുവരി 22-ന് ശേഷം കുടുംബയോഗങ്ങൾ നടത്തും. ഒരു വാർഡിൽ ഒരു യോഗം എന്ന രീതിയിലായിരിക്കും നടത്തുക. ശേഷം ഓരോ ലോക്കൽ കമ്മിറ്റിയും പൊതുയോഗം നടത്തും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികളും ഇതോടൊപ്പം നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനുവരി 12-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിസഭാ അംഗങ്ങളും സത്യാഗ്രഹ സമരം നടത്തും. MLA-മാരും MP-മാരും LDF നേതാക്കളും ഇതിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരായും കേരളത്തിനെതിരായ അവഗണനയ്ക്കുമെതിരായിട്ടാണ് സമരം. മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഉന്നം മുന്നോട്ട് വെച്ച് സംസ്ഥാനത്ത് 3 വാഹന പ്രചാരണ ജാഥ നടത്താനും LDF തീരുമാനിച്ചതായി ഗോവിന്ദൻ പറഞ്ഞു. ജനുവരി 1 മുതൽ 15 വരെയാണ് ജാഥ നടത്തുക. തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് ജനുവരി 5-ാം തീയതി 23,000 വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി സംഘടിപ്പിക്കും. ഈ പരിപാടിയിൽ രാജ്ഭവനിലേക്കുള്ള മാർച്ചിന് പ്രഖ്യാപനം നടത്തും. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാകും ഇത്. ജനുവരി 15-നാണ് ഇത് നടത്തുക. ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ, തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുമാണ് പ്രതിഷേധം നടത്തുകയെന്നും CPM സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു.